ഹായ് വിവേഴ്സ്, ഗോബൂസ് കിച്ചൺ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ആദ്യം ധാരാളം മണി പ്ലാന്റ് ഉണ്ടായിരുന്നു ഇവിടെ, എല്ലാം പോയി. ഇപ്പം ഞാൻ ഒന്ന് രണ്ടെണ്ണം കിളിപ്പിച്ചെടുത്ത് കിച്ചണിൻ്റെ വിൻഡോയുടെ സൈഡിൽ വെച്ചിരിക്കുവാണ്. അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങയിലേക്ക് സ്വല്പം കരിവേപ്പില ഇട്ടു, പിന്നെ ഒരു കപ്പ വെള്ളവും കൂടെ ഒഴിച്ചു. മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് നമുക്ക് അടച്ച് വെച്ച് ഇത് വേവിക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിടുന്നു. അതിനുശേഷം നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ, കുക്കറിൽ വേവിച്ച വൻപയറും കൂടെ ഇതിലോട്ട് ചേർക്കാൻ പോവുകയാണ് നമ്മൾ. എന്നാലേ മുളോഷ്യത്തിന് സ്വാദ് വരികയുള്ളൂ. നല്ലതായി ഇളക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും നമുക്കൊന്ന് അടച്ച് വെച്ച് തിളപ്പിക്കാം. നമ്മുടെ മത്തങ്ങ മുളോഷ്യത്തിലേക്ക് നമുക്ക് നാളികേരം ജീരകം കൂടെ ഒന്ന് അരച്ച് ചേർക്കാം. നാളികേരം അരച്ചത് വൻപയറും മത്തങ്ങയും കൂടെ ഉള്ള ആ കൂട്ടിലേക്ക് ചേർക്കുന്നു. മുളക് പൊടി നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. കറി നല്ലപോലെ തിളയ്ക്കണം. തിളയ്ക്കുന്ന കറിയിലേക്ക് ഒരിതൾ കരിവേപ്പില ഇടാം. അതിനുശേഷം അടുപ്പ് ഓഫാക്കിയതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞ് കറിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അത് കറിയുടെ സ്വാദ് കൂട്ടും. അടുത്ത കൂട്ടാൻ കടിയാണ്. അത് നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. മോരിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കട്ടയില്ലാതെ നമ്മൾ നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, നല്ല കളർ വേണം, അതുകൊണ്ട് മഞ്ഞൾപ്പൊടി നല്ലപോലെ ഇട്ടോളുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കണക്കാക്കി ഉപ്പ്. എന്നിട്ട് വീണ്ടും അത് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഒരു ചീനച്ചട്ടിയിലെ വെളിച്ചെണ്ണയിലേക്ക് ജീരകം, കടുക്, വറ്റൽമുളക്, കരിവേപ്പില ഇതെല്ലാം ഇട്ട് വറക്കുന്നു. അതോടൊപ്പം തന്നെ ഇഞ്ചി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർക്കുന്നു. മോരും കടലമാവും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ കലർന്ന മിശ്രിതം ഇതിലേക്ക് ഒഴിക്കുന്ന നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇടാം. ഞാൻ ഗരം മസാല ചേർക്കുന്നില്ല. രാജസ്ഥാനി കടിയാകുമ്പോൾ നല്ലോണം ഗരം മസാല ചേർക്കും. നമുക്കത് വേണ്ട, ഒന്നാമത് ചൂടല്ലേ. ഗുജറാത്തി കടിയിലാകുമ്പോൾ അത്രയും ഗരം മസാല ചേർക്കത്തില്ല. ഞാനിപ്പോൾ എൻ്റെ ഒരു സ്റ്റൈലിൽ അങ്ങ് ഉണ്ടാക്കുവാണേ. ഒരു 20 മിനിറ്റെങ്കിലും ഇങ്ങനെ നമ്മൾ ഇളക്കണം. അത് എന്നിട്ട് വേണം കുറുകാനായിട്ട്. അപ്പം നമുക്കൊരു സ്വല്പം കായപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് തുടർന്ന് ഇളക്കുക. കടി നല്ലതായിട്ട് തിളച്ച് കുറുകിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത്രയും കട്ടി വേണ്ട, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഇതിലോട്ട് ചേർക്കാം. നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഇച്ചിരി ഡൈല്യൂട്ട് ആക്കിയതിന് ശേഷം നമുക്കൊന്നുകൂടെ തിളപ്പിച്ച് റെഡിയാക്കി എടുക്കാം. ഇന്നത്തെ ലഞ്ചിൻ്റെ വിഭവങ്ങൾ വൻപയറും മത്തങ്ങയും കൂടി ഇട്ട മുളോഷ്യം, പിന്നെ കടി, മോരുകറിക്ക് പകരം ഇതൊന്നും ഉണ്ടാക്കി, നല്ല ടേസ്റ്റാണ് അതിന്. പിന്നെ മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കി, പപ്പടമുണ്ട്, മോരുണ്ട്. ഇനിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.